അവളങ്ങ് ചത്ത് കണ്ടാ മതി. അവര് അങ്ങറ്റം അവര് ഇന്നോ നാളെന്ന് പറഞ്ഞാൽ കിടക്കുന്നവരാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് വന്നേക്കണത് രേണുവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയാനാണ്. നിങ്ങളത് അറിയണം. അവള് പല്ല് തയ്ക്കാൻ പോലും പറ്റാണ്ട് അത്രയ്ക്കും മോശപ്പെട്ട ഒരവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോണത്. അവൾക്ക് ആരോഗ്യമേ ഇല്ല, കൈ പൊങ്ങണില്ല, ബോഡി ഫുൾ പെയിൻ, ചുരുണ്ടുകൂടി കിടക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു PR. ഈ 2 വീഡിയോ ദൃശ്യങ്ങളും ഞാനിപ്പോൾ വെച്ചു തരാം, കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആദ്യം വെച്ചത് അവർ ജന്തു എന്നൊക്കെ പറയുന്നത് രേണു സുധിയല്ല, സെഫീന ബീവിയാണ്. ഓക്കെ, അതായത് നമ്മൾ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ പോലും കണ്ടിട്ടില്ല ഇത്രയും PR വർക്ക്. രേണു സുധിയെ പൊക്കി ഞാൻ ഇവറ്റകളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഈ കേരളത്തിൽ, ഈ ലോകത്ത് ഒരൊറ്റ സ്ത്രീക്കാണോ ഇത്രയും വലിയൊരു രോഗം വന്നത്? പൊന്നുപ്രേക്ഷകരെ, ഒരു കാര്യം പറയാം, ഈ രോഗം, ക്യാൻസർ എന്ന മഹാരോഗം രേണു സുധിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആ ഒരു രോഗം എന്നേക്കുമായിട്ട് ഇല്ലാതാവണം എന്നാണ് ഞാനും നിങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇവറ്റകൾ ഇരുന്ന് പറയുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ രേണു സുധി തീരുമെന്നും അതിനുശേഷം രേണു സുധിക്ക് പല്ല് തേക്കാൻ പറ്റുന്നില്ല, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് വെളുപ്പിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ രേണു മരിക്കണമെന്ന് പറഞ്ഞോ? നമ്മൾ ആരെങ്കിലും ഒരാൾ രേണുവിന്റെ അവസ്ഥ ഗുരുതരം എന്ന് പറഞ്ഞോ? ഇല്ല. ഇവറ്റകൾ തന്നെ വെറുതെ രേണുവിനെ വെളുപ്പിക്കാനും കിച്ചുവിന്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ഇവറ്റകൾ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്നായിട്ട് കേട്ടിട്ട് മറുപടി കൊടുക്കാം. പൊന്നു പ്രേക്ഷകരെ, കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, പക്ഷേ ഈ ഒരു സ്ത്രീ അവരെ ശവം തിന്നാനായിട്ട് നടക്കുന്ന ശവന്തീനിയാണ്. ഇവള് തിന്ന് കൊഴുക്കണ മൊത്തം ഈ പറയുന്ന രേണു സുധീരെ കണ്ടിട്ടാണ്. സത്യം പറഞ്ഞിട്ട് ഇങ്ങനെ കൊല്ല ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത്. ഇവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം പറയുകയാണ്. സെഫീന ബീവി എന്ത് തെറ്റാണ് ചെയ്തത്? സെഫീന ബീവി ക്ലിയറായി കൃത്യമായിട്ട് ഇന്നലെ ചാണ്ടി ഉമ്മൻ ഒരു പരാതി കൊടുക്കുകയാണ്. അതായത് സെഫീന ബീവി കൊടുത്ത ഒരു പരാതി ഞാൻ പറയാം. ഇത്രയും വലിയ, അതായത് 2.5 ലക്ഷം രൂപയാണ് ഒരു മെഡിസിന് വാങ്ങുന്നത് എന്നാണ് രേണുവിന്റെ ചേച്ചി പറഞ്ഞത്. ഷെഫീന ബീവി പറയുകയാണ് അതുള്ളതാണെങ്കിൽ സാധാരണക്കാർ എങ്ങനെ മേടിക്കും? അഥവാ രേണു സുധി പച്ചക്കളവ് പറയുന്നതാണെങ്കിൽ രേണുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഷെഫീന ബീവി പറഞ്ഞത്. അതിൽ എന്ത് തെറ്റാണുള്ളത്? അതിൽ ഷെഫീന ബീവി ഇങ്ങനെ തെറി വിളിച്ചിട്ട് എന്ത് കാര്യം? കളവ് പറയുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കണ്ടേ, അന്വേഷിക്കണ്ടേ? മനുഷ്യന്മാരാണ്, ഡൗട്ട് തോന്നും, അത് അന്വേഷിക്കണം. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിനനുസരിച്ച് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ട് അവളങ്ങ് ചത്ത് കണ്ടാ മതി. ഏത് കമന്റ്? ഒരൊറ്റ കമന്റ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? പൊന്നു പ്രേക്ഷകരെ, രേണു സുധി റിലേറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും സെഫീന ബേബി അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന്റെ താഴെ നിരവധി നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് രേണു സുധി ചെയ്യുന്നത് തെറ്റ് എന്നാണ് ഞാൻ നിലവിലും പറയുന്നത്. ഓക്കെ, അവരുടെ രോഗത്തെ ഞാൻ കുറ്റം പറയുന്നില്ല, രോഗം എത്രയും പെട്ടെന്ന് ഇല്ലാതാവണം. പക്ഷേ അവർ കാണിക്കുന്നത് വൃത്തികേടാണ്, അവർ കാണിക്കുന്നത് തെമ്മാടിത്തരമാണ്, അത് നമുക്ക് വെളുപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിന്റെ താഴെ ഒരാൾ പോലും അവരൊന്ന് തീർന്നാ മതി എന്ന് ആരും കമന്റ് ഇടുന്നില്ല. ഇവറ്റുകൾ പച്ചക്കളവാണ് പറയുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിനനുസരിച്ച് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ട് അവളങ്ങ് ചത്ത് കണ്ടാ മതി. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്ക് സംഭവിക്കുകയാണെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ആണ് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ പറയും. അതാ ഇനി അടുത്തൊരു കമന്റ് ഒരു ഇതുണ്ട്, ഒരാൾക്കോട് അയച്ചിട്ടുണ്ട്. ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് അടുത്ത ഉമ്മൻചാണ്ടിയുടെ മോനായിട്ടുള്ള പുള്ളിക്കാരന്റെ പേരെന്താണ്, ചാണ്ടി ഉമ്മൻ അയച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പർ കിട്ടും. ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പരാതി അയക്കാം. ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഓൾറെഡി. അതേപോലെ ചാണ്ടി ഉമ്മൻ കാര്യഗൗരവത്തോടുകൂടി വിഷയം ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പറും ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നെറ്റിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. അടുത്ത ഹെൽത്ത് മിനിസ്റ്ററിനെ അയച്ചേക്കുന്നത് നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന രേണു സുധി. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അവർ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് കീമോ ചെയ്യുന്നത്. അവർ അവകാശപ്പെടുന്ന ഒരു കീമോ ചെയ്യാൻ 2 ലക്ഷം വേണമെന്ന്. അത് സത്യമാണെങ്കിൽ പാവം ക്യാൻസർ വന്നാൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക? ഇത് സത്യമാണെങ്കിൽ ഇതിൽ നടപടി എടുക്കണം. അല്ലെങ്കിൽ ഇത് പറഞ്ഞ സുധിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന രേണു സുധി അറസ്റ്റ് ചെയ്യുക. ഓക്കെ, പൊന്നു സഹോദര, ഒരു കാര്യം പറയുകയാണ്. ഷെഫീന ബീവി എന്ത് തെറ്റാണ് ചെയ്തത്? അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തത്. ഇത്രയും വലിയ തുക പാവങ്ങൾ എങ്ങനെ കൊടുക്കും? ഇത് രേണു പച്ചക്കളവ് പറയുന്നതാണെങ്കിൽ അവൾ അറസ്റ്റ് ചെയ്യണം. അവളെന്നല്ല, ഞാനെന്നല്ല, നമ്മൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം. അതാണ് അവിടെ ഷെഫീന ബീവി ചെയ്യുന്നത്. ഇതേ പറയുന്ന രേണു സുധി എന്തെങ്കിലും പുണ്യപ്രവർത്തി ചെയ്താൽ അതിന് തക്കതായിട്ടുള്ള തെളിവ് ഷെഫീന ബീവി കിട്ടുന്നുണ്ടെങ്കിൽ അവർ അതും പൊക്കി പറയും. ബാക്കിയും കൂടി കേൾക്കാം. ഭാര്യയെന്ന് അവകാശപ്പെടുന്നത്, അതായത് ഈ പറയുന്ന ഈ ക്യാൻസർ വന്നിട്ട് ഇത്രയും അവശ്യ നിലയിൽ കിടക്കുന്ന അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഇവര് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അവർ മുടിയൊക്കെ മൊട്ടടിച്ച് അവരിങ്ങനെ ഓക്കെ, ഈ ചേട്ടനോടും ചേച്ചിയോടും ഒരു കാര്യം പറയാം. ഇത് 2026 സ്വർണ്ണക്കടത്ത് കേസിലെ രക്ഷ തേടാൻ വേണ്ടിയാണ് രേണു ക്യാൻസർ അഭിനയിക്കുന്നത് എന്നാണ് കുറെ പേര് കമന്റ് ഇടുന്നത്. പൊന്നു പ്രേക്ഷകരെ, അവർക്ക് ക്യാൻസർ ഉണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഒരു കാര്യം പറയാം,
ഇപ്പോ ഈ കാലഘട്ടം അങ്ങനെയാണ്. ചിലപ്പോൾ ഈ സ്വർണം കടത്തിയ കേസ് എന്ന് പറയുന്നത് വലിയ കേസാണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു കേസാണ്. അതിൽ പിടിക്കപ്പെട്ടാൽ മിനിമം ഒരു 10 വർഷത്തേക്കെങ്കിലും ഈ പറയുന്ന രേണു സുധി അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരത്തില്ല പൊന്നുപ്രേക്ഷകരെ. അപ്പോ ഇതിനും വലിയൊരു ആക്ട് നടത്തും. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നില്ല രേണു സുധി ഇങ്ങനെ വലിയൊരു ആക്ടിങ് നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് ക്യാൻസർ ഉള്ളതാണ്, അത് സംശയിക്കാം. ഒരു പേഴ്സണലി എല്ലാവരും സംശയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിനെ പറ്റുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ബാക്കിയും കൂടി കേൾക്കാം. തന്നെ നല്ല റവന്യൂ വരുന്നുണ്ട്. അവരെ കുറിച്ച് ചെയ്യുന്ന നിന്നെ പോലെയുള്ളവന്മാര് ചെയ്യുന്ന വീഡിയോ തന്നെ എന്തൊരു റീച്ച് ആണെന്ന് അറിയാം. അപ്പൊ അത്രയും റീച്ചിൽ നിൽക്കുന്ന അവർക്ക് എന്തിനാണ് ഈ പറയുന്നത് മുടി മുറിച്ചിട്ട് ഇവിടെ ഒന്നിങ്ങനെ കിടക്കേണ്ട ആവശ്യം? അവർക്ക് അല്ലാതെ തന്നെ ഒരുപാട് ഷോസും ഇനോഗ്രേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിപ്പോ അല്ല കുഞ്ഞു വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അവർക്ക് വേറെ ഒന്നിനും പോകാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള യൂട്യൂബിൽ അവരുടെ വീഡിയോ ചെയ്യുന്നു. അവരുടെ ഫാമിലിയിൽ വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നല്ല പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്തിനാ അവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കുന്നു? ഒരൊറ്റ കാര്യം പറയാം ചേട്ടാ, ഈ കേരളത്തില് ഈ ഇന്ത്യയിൽ എത്രയോ ക്യാൻസർ രോഗികളുണ്ട്. മുടി മൊട്ടടിക്കുന്നതും സത്യം തന്നെയാണ്. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുടി മൊട്ടടിച്ചാല് രാത്രി 8 മണിക്ക് പുതിയ പ്ലാസ്റ്റിക്കിന്റെ മുടി ഫിറ്റ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. അതിനൊരു മറുപടി നിങ്ങൾ തരോ? പിന്നെ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അതെടുത്ത് റിയാക്ട് ചെയ്തത് കൊണ്ടാണ് രേണു സുധിയുടെ ആ ഒരു ബില്ല് കാണിക്കുമ്പോൾ വീണ്ടും മൊട്ടയടിച്ച ആ ഒരു രൂപം ഞങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ, അതായത് രോഗം കൊണ്ട് മല്ലടിക്കുമ്പോൾ മുടി മൊട്ടയടിക്കും, ശരി തന്നെയാണ്. അന്ന് രാത്രി തന്നെ പുതിയ മുടി വെക്കുന്നത് എന്തൊരു അത്ഭുതമാണ്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവർ ഈ പറയുന്ന അവരുടെ അസുഖം ശരിയല്ല, അവർ ഫേക്ക് ആണെന്ന് പറയുന്നു. അവർ അഭിനയമാണെന്ന് 2 ലക്ഷം രൂപ മരുന്ന് ഫേക്ക് ആണ്, അത് ഫേക്ക് ആണെന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ബോഡീസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഡിഫറെന്റ് രീതിയിലുള്ള കീമോ ചെയ്യുമ്പോഴത്തേക്ക് പല ടൈപ്പ് കീമോ ഉണ്ട്. ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കീമോ, ഇപ്പൊ നമുക്ക് ഹെയർ ലോസ് ഒന്നും കുറവായിട്ടുള്ള രീതിയിലുള്ള കീമോസ്, അതേപോലെ വോമിറ്റിംഗ് അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കീമോ എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ പൈസ ആവും. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇതിപ്പം ഇവര് പറഞ്ഞ കുറച്ച് ആൾക്കാർ ഇവർക്ക് റെക്കോർഡിംഗ് വീഡിയോസ് ഒക്കെ അയച്ചു. മീൻസ് ലൈക്ക് അവരുടെ ഫാമിലീസ് ഇങ്ങനെ ഉണ്ടായി, പക്ഷെ ഇങ്ങനെ വന്നില്ല. അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഒരാൾക്ക് ഇങ്ങനെയാന്ന് വെച്ചിട്ട് മറ്റൊരാൾക്ക് അങ്ങനെ വരണമെന്നില്ല ഒരിക്കലും. ഇത് എന്ത് സ്ത്രീയാണ് ഇവളെ എനിക്ക് സ്ത്രീ എന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഇത്രയും അവര് അങ്ങറ്റം എനിക്ക് അറിഞ്ഞൂടെ. അവര് ഇന്നോ നാളെ എന്ന് പറഞ്ഞാൽ കിടക്കുന്നവരാ. ഇതിന് 2 മറുപടി ഞാൻ കൊടുക്കാം. ഏറ്റവും അവസാനം പറഞ്ഞു അവർ ഇന്നല്ലെങ്കിൽ നാളെ കിടക്കുന്നവരെന്ന്. എടി, ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ഈ ചേച്ചിയോടും ഈ ചേട്ടനോടും ഒരൊറ്റ കാര്യം പറയാം, നിങ്ങൾക്ക് നാണമുണ്ടോ? ഇങ്ങനെയാണോ നിങ്ങൾ വെളുപ്പിക്കേണ്ടത്? ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ വെളുപ്പിക്കേണ്ടത്? പ്രാർത്ഥിക്കേണ്ടതല്ലേ? രോഗം കൊണ്ട്, അതായത് ഒരു രോഗം കൊണ്ട് മല്ലടിക്കുമ്പോൾ ഇങ്ങനെയാണോ പറയേണ്ടത്? വെളുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയണോ? പിന്നെ സെഫീന ബീവി എന്തൊക്കെയോ തെറി വിളിക്കുന്നുണ്ട്. സെഫീന ബീവി എന്ത് തെറ്റാണ് ചെയ്തത്? സെഫീന ബീവിയുടെ കയ്യിൽ തക്കതായിട്ടുള്ള തെളിവുകളുണ്ട്. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ നല്ല ബന്ധം രേണു സുധിക്ക് ഉണ്ട് എന്ന് സെഫീന ബീവിയുടെ ആ ഒരു ഓഡിയോ ക്ലിപ്പും വോയിസ് ക്ലിപ്പും ചില രേഖകളും അവരുടെ യൂട്യൂബ് ചാനലിൽ പുറത്ത് വിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് രേണു സുധി ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും സംശയിച്ചു പോകും. ഇപ്പോൾ ഞാൻ എടുത്ത് പറയുന്നില്ല രേണുവിന് ക്യാൻസർ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്യാൻസർ ഉണ്ടാവും, എത്രയും പെട്ടെന്ന് ആ ഒരു അസുഖം ഇല്ലാതാവട്ടെ. പക്ഷെ ഒരൊറ്റ കാര്യം പറയാം, ഒരാൾ മരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ രോഗം വരികയാണെങ്കിലും അവർ ചെയ്യുന്ന തെറ്റ് ശരിയാവുന്നില്ല എന്ന് ഇവരെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കിയും കൂടി കേൾക്കാം. അതിനകത്ത് ആ കിടക്കുന്ന കിടപ്പ് ഇപ്പൊ നമുക്ക് എത്ര ദ്രോഹം ചെയ്ത ഒരാളാണെങ്കിലും ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പൊ നമ്മളോട് എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി അതിന് മുകളിൽ ഒരു ഇത് ഇല്ല ജീവിതത്തിൽ. അങ്ങനെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ എന്തിനാണ് അവരെങ്ങനെ ഇങ്ങനെ തന്നെ വിളിക്കുന്നത്? അവരെ അങ്ങോട്ട് ഇല്ലാതാക്കും. ഇനി ഓൾറെഡി അവർ ഇല്ലാതായ പോലെ നിൽക്കുവാണ്. എന്നിട്ടും ഓക്കെ, ഇവരോട് ഞാൻ രേണു സുധി ചെയ്ത 2-3 ചെറിയ തട്ടിപ്പുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇവർ പറഞ്ഞല്ലോ രേണുവിനെ വിമർശിക്കാൻ രേണു എന്തു ചെയ്തു എന്ന്. വളരെ വളരെ മോശമായ കാര്യങ്ങൾ രേണു സുധി ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നില്ല. ഒരൊറ്റ കാര്യം പറയാം, ആ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ലക്ഷ്മി നക്ഷത്രയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ സുധിച്ചേട്ടന്റെ മണം എനിക്ക് വേണമെന്ന്. ലക്ഷ്മി നക്ഷത്ര ആ ഒരു മണം എത്രയോ പൈസ ചെലവാക്കിയിട്ട് ആ ഒരു മണം റെഡിയാക്കി കൊടുത്തപ്പോൾ പറയുകയാണ് ഇത് നാറ്റോന്ന്. അത് ഈ രേണു ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഒരു കുറ്റമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാക്കി ഞാൻ പറയിപ്പിക്കുന്നില്ല. അവര് രോഗം കൊണ്ട് മല്ലടിച്ച് കിടക്കുന്നത് കൊണ്ട് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. ബാക്കിയും കൂടി കേൾക്കാം. ഇങ്ങനെ വൃത്തികെട്ട ജീവികൾ, ഇങ്ങനത്തെ വൃത്തികെട്ട ജീവികളുണ്ടോ? ഇതേപോലെ കീമോ ചെയ്ത പൈസ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് കേസ് കൊടുക്കാൻ, അവർക്ക് ഇഷ്ടമുള്ള പൈസ അവര് ചെയ്ത് കീമോ ചെയ്യുന്നത് നിനക്ക് എവിടെ ആദ്യമേ കാണിച്ചിരുന്നു. ഇത്രയും വർഷം മുന്നേ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞ ശേഷമാണ് പുള്ളിക്കാരി വീഡിയോ തന്നെ തുടങ്ങിയത്. എന്നിട്ടും
ഇമാതിരി വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ വൃത്തികെട്ട സ്ത്രീ എന്ന് ശരി പറഞ്ഞാൽ നല്ല ഇതേപോലെ പ്രശ്നം. നിങ്ങൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയസിൽ വേറെ കണ്ടന്റ് ഒന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ രേണുസുധീനെ പറയുന്നത്? അവരുടെ പരിപാടിയായിട്ട് പോകട്ടെ. അവരിപ്പോ ഓക്കെ, അവർ ഒരുപാട് കാര്യങ്ങൾ റോങ് ആയിട്ട് വന്ന് പറയുന്നുണ്ട്. അവരിപ്പോ ഓക്കെ, ഇവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഞാൻ പറയാം. ഇവർക്ക് ക്യാൻസർ ഇല്ല എന്ന്, രേണുസുധിക്ക് ക്യാൻസർ ഇല്ല എന്ന് കുറെ പേര് സംശയിക്കാൻ കാരണം ഈ സ്വർണം കടത്തിയ കേസ് വരുന്നുവോ, അതായത് സ്വർണം കടത്തിയ കേസിന്റെ തെളിവുകൾ നിരന്തരം വരുമ്പോഴാണ് ക്യാൻസർ എന്ന മഹാരോഗം ഇവർക്ക് എത്തിയത്. സ്വാഭാവികമായിട്ടും ചോറ് കഴിക്കുന്ന എല്ലാവരും സംശയിക്കും. ഓക്കെ, ബാക്കി കൂടി കേൾക്കാം. മോന്റെ കാര്യങ്ങളായിരുന്നാലും ഇപ്പൊ റീസെന്റ് പറഞ്ഞാൽ അവരെ ഏറ്റവും അവരെ മോൻ ഋതപ്പനെ അവര് മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ആൾക്കാരുടെ നോക്കാൻ പറ്റും. അത് പറഞ്ഞതിന് എന്താണ് കുഴപ്പം? അതിപ്പോ പറഞ്ഞപ്പോ അവർക്കിപ്പം അവരുടെ ഭർത്താവിന് തന്നെ മൂത്ത മോനായിട്ടുള്ള കിച്ചുവിന്റെ കൂടെ വിടാൻ താല്പര്യമില്ല. ഓ, എന്തൊരു സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. കിച്ചുവിന് താല്പര്യമില്ല. ആരാണ് കിച്ചു? കിച്ചുവിനെ കുറിച്ച് ഇത്തിരിയെങ്കിലും പഠിക്കണം. ഓക്കെ, ആ പൊന്നുമോനായ കിച്ചുവിന്റെ മനസ്സെന്താണ്, കിച്ചു ആ ഋതപ്പനെ എങ്ങനെയാണ് നോക്കുന്നത്, അത് ഇത്തിരിയെങ്കിലും പഠിച്ചിട്ട് വേണം ഇങ്ങനെ അളക്കാൻ. താല്പര്യമില്ല എന്ന് പറയാൻ കിച്ചു ക്രൂരനാണോ? ബാക്കി കിച്ചു ചേട്ടനാണ് സ്വന്തം, അല്ലാതെ നാട്ടുകാരനൊന്നുമല്ല. ബാക്കിയും കൂടി കേൾക്കാം. താല്പര്യം ഇല്ലെന്നുള്ള കാര്യം എന്ത് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അവരിപ്പോ അത് പറഞ്ഞു. അതിപ്പോ എന്താണ് കുഴപ്പം? ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ വിടലെന്നല്ലല്ലോ അവർ പറഞ്ഞത്. അവർ വന്നിരുന്ന് അവരിപ്പോ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് വന്നിരുന്ന് വലിയത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രശ്നം? ചിലപ്പം കിച്ചു അല്ല വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇതേപോലെ വന്നിട്ട് ഡ്രഗും അതും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ അവൻ ഒരുപാട് വന്നിരുന്നു. സോ അപ്പൊ ഇനിയിപ്പോ ചിലപ്പോൾ അവൻ ഉപയോഗിക്കുന്നില്ലായിരിക്കും. ചിലപ്പോൾ ഇനിയിപ്പോ അവൻ ഉപയോഗിച്ച ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും അവർ പറഞ്ഞു. ചിലപ്പോൾ അവരുടെ അടുത്ത് കിച്ചുവിന്റെ അടുത്ത് ആ പറയുന്ന പോലെ വിടാൻ താല്പര്യം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ പണ്ടൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന അവരെ കണ്ടിട്ടുണ്ടായിരിക്കും. എടാ, വെളുപ്പിക്കാം, ഇങ്ങനെ വെളുപ്പിക്കരുത്. ഇതിനെക്കാട്ടും നല്ലത് മറ്റേ വൈറ്റ് സിമെന്റ് അടിക്കുന്നതാണ്. ഓക്കെ, അതായത് ഇവിടെ പറയുകയാണ് കിച്ചു എന്ത് പ്രശ്നവും ചേട്ടനല്ലേ, അല്ലാതെ വീണ് കിട്ടിയ ഒരു സാധനമല്ലേ ഈ പറയുന്ന കിച്ചു. സ്വന്തം ബ്രദറാണ്. ആ ബ്രദറിനെ അനിയനെ അടുപ്പിക്കണ്ടെന്ന് പറയാൻ കിച്ചു വലിയ എന്തെങ്കിലും ആരെങ്കിലും രണ്ടാളെ കൊന്നിനോ? ഇത്തിരി പറയുമ്പോൾ വെളുപ്പിക്കാൻ നിങ്ങൾക്ക് വെളുപ്പിക്കേണ്ട രീതിയിൽ കുറെ പേര് വെളുപ്പിക്കുന്നുണ്ട്. അതൊന്നും എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളെ വെളുപ്പിക്കൽ രീതി ഇത്ര ഓവർ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. അതൊക്കെണ്ടായിരിക്കാം. ഈ പറയുന്ന രേണുവിന്റെ സൈഡിലായിരുന്നാലും കിച്ചുവിന്റെ സൈഡിലായിരുന്നു, രണ്ടുപേരുടെ സൈഡിലും നമ്മൾ നിൽക്കുന്നില്ല. പക്ഷേ ഈ കാണിക്കുന്ന തെണ്ടിത്തരം വെറും മോശം. ഇവളുടെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ വന്ന് കിടക്കുമ്പോഴത്തേക്ക് നമ്മളെ പോലുള്ളവർ വന്നിരുന്ന അതിനെ പറ്റി നീ സഹിക്കൂ? നിനക്ക് കൊള്ളൂലേ? അത് അത്രേ ഉള്ളൂ. ഇത്രയും അതും ഇത്രയും അസുഖമൊക്കെ വന്ന് കിടക്കുന്നവർ ഇത്രയും കടന്ന് ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. മോശം പരിപാടി, മോശം. ഇവളെ ഇങ്ങനെയുള്ള പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന നല്ല അവരുടെ ഇതിൽ വന്നിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ള രീതിയിൽ പറയുന്ന കുറേ പേരുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് വെറും തെടിത്തരം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവന്മാരാണ് മാക്സിമം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തിരിച്ചു പറയുന്നത്. ഓ, എന്തൊക്കെയോ പറയുന്നുണ്ട്. രോഗം കൊണ്ട് മല്ലടിക്കുമ്പോൾ എന്തിനു വിമർശിക്കുന്നു എന്ന്. പൊന്നു മനുഷ്യ, ഒരു കാര്യം പറയാം. ഇന്നലെ വരെ രേണുസുധി, അതായത് ഇന്നലെ വരെ സോഷ്യൽ മീഡിയയിൽ അരിഞ്ഞാടുന്ന രേണുവിനാണ് നമ്മൾ കണ്ടത്. അത് ഞങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല. ഇന്നലെ രാത്രി തൊട്ട് വലിയ രീതിയിൽ സ്റ്റോറിയും കാര്യങ്ങളൊന്നും രേണുസുധി ഇടുന്നില്ല. പക്ഷേ രേണു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അരിഞ്ഞാടുമ്പോൾ വേറെ ചില ക്യാൻസർ രോഗികൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതെങ്ങനെ സാധിക്കുന്നു, ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന്. അതാണ് ഞങ്ങൾ ആ കരഞ്ഞുകൊണ്ട് പറയുന്ന ക്യാൻസർ രോഗികളുടെ വോയിസ് ക്ലിപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ റിയാക്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഇപ്പൊ കീമോയൊക്കെ ഇപ്പൊ 2 ലക്ഷം രൂപയുടെ കീമോ ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? അത് ഇവിടെ ആരാണ് പറഞ്ഞത്? ഇപ്പൊ എല്ലാരും ചെയ്യുന്ന ഒരേ ഒരിക്കലും. ഇപ്പം ഫിലിം സ്റ്റാർസ് അങ്ങനെയുള്ള ആൾക്കാർ നല്ല കാശുള്ളവരെല്ലാം നല്ല ഹൈ പെയ്ഡ് ഡോസ് നല്ല ആയിട്ടുള്ള നല്ല മെഡിസിൻ ആയിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ അവർക്ക് ഹെയർ ലോസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞ് എന്താണോ അവരുടെ സ്പെസിഫൈ ആയിട്ട് അവർക്ക് ഗ്രോത്ത് ഇത് തടയേണ്ടത് ആ സാധനത്തിന് മാത്രം സ്പെസിഫൈ ചെയ്ത് ഗ്രോത്ത് തടയണമെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റും കൂടുതലായിരിക്കും. അപ്പൊ അതാണ് കീമോ ചെയ്യുമ്പോൾ ഫുള്ള് നമ്മളെ ഗ്രോത്ത് ഇതാവും, ഫാൾ ഡൗൺ ആക്കിയിട്ട് അതാണ് നമ്മളെ ഹെയർ എല്ലാം പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പുതിയ ഗ്രോത്ത് ഉണ്ടാവില്ല, നമ്മളുള്ള എല്ലാം പൊഴിഞ്ഞു പോകും. അത്രയും അങ്ങനെയാണ് പരിപാടി വരണത്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന പൊന്നു പ്രേക്ഷകരെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് വന്നിട്ട് പറയുകയാണ് ഇതൊരു മെഡിസിൻ, ഇതിന് 2 ലക്ഷം രൂപ ഞാൻ വന്ന് പറയുന്നത്. ഇത് കാണുന്ന നിങ്ങൾ ഈ സെയിം സാധനം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നത് 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ നിങ്ങൾ സ്വാഭാവികമായിട്ടും കമന്റ് ഇടത്തില്ലേ? ഇവിടെ ഇതേ സംഭവമാണ്. അതായത് ഇപ്പം സാധാരണക്കാരായ പ്രേക്ഷകർക്കറിയോ രേണുവിന്റെ മരുന്ന് വേറെ, ഞങ്ങൾ യൂസ് ചെയ്യുന്ന മരുന്ന് വേറെ എന്ന്. ചിലപ്പോൾ രേണുവിന്റെ ഇത്തിരി ക്വാളിറ്റി ഉള്ള മരുന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരുന്നായിരിക്കും. അതിന് 2.5 ലക്ഷം രൂപ വിലയും ഉണ്ടാവും. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. പക്ഷേ വേറെ ക്യാൻസർ പേഷ്യന്റുകൾ പറയുന്നത് ഇതിന് 2.5 ലക്ഷം ഇല്ല,
അപ്പോൾ അവർ പറയുന്ന ബില്ലിന്റെ ഫോട്ടോ അടക്കം അയച്ചിട്ടാണ് ഞങ്ങൾ റിയാക്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ, അതായത് രേണു സുധിയുടെ ഇതിന് 2.5 ലക്ഷം ഉണ്ട്, ഓക്കെ, അതൊക്കെ കൺഫേം ആയ സംഗതിയാണ്. പക്ഷെ അവരുടെ ഭാഗം കൂടി ഞങ്ങൾ വെക്കുന്നതാണ്. ഇപ്പൊ കള്ളത്തരം ആരും കളവ് പറഞ്ഞിട്ട് ഇവർ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ രേണുവിന്റെ ഭാഗം രേണുവിന് പറയാം. അപ്പൊ അതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ രേണുവിന്റെ ആ മരുന്ന് 2 ലക്ഷം ഉണ്ട് എന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. അവളങ്ങ് ചത്ത് കണ്ടാ മതി. ഇത് എന്ത് സ്ത്രീയാണ് ഇവളെ എനിക്ക് സ്ത്രീ എന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഇത്രയും അവര് അങ്ങറ്റം എനിക്ക് അറിഞ്ഞൂടെ. അവര് ഇന്നോ നാളെ എന്ന് പറഞ്ഞാൽ കിടക്കുന്നവരാ. അവരെങ്ങനെയെങ്കിലും ജീവിതത്തിൽ തിരിച്ചു വരണമെന്ന് മാത്രം വിചാരിക്കുന്നില്ല. ഈ ലോകം എന്താ ഇങ്ങനെ? അതായത് ഷെഫീന ബീവി പച്ചക്ക് സത്യം വിളിച്ചു പറയുന്നു, അത് ഇവറ്റകൾക്ക് കൊള്ളുന്നുണ്ട് എന്നാണ്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ആ പൈസ അവർക്കായത് അവരുടെ സ്റ്റേജ്, അതേപോലെ അവരെടുക്കുന്ന മെഡിസിൻ വെച്ചിട്ട് അവർക്ക് ആ പൈസ എന്ന് പറയുന്നു. അത് നിനക്കെന്താണ് എത്ര കുറ്റം? എത്ര വലിയ എന്താണ് നിനക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. അതിന്റെ കൂടെ കുറെ പേര് വോയിസ് ഒക്കെ അയച്ചേക്കുന്നു, ഹൈജീനിക് ആയിട്ട് നിൽക്കണം. അവർ ഹൈജീനിക് ആയിട്ട് നിൽക്കുമല്ലെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഓരോ ആൾക്കാരെ കുറിച്ച് ഒന്നും കാണാതൊന്നും പറയരുത്. ചുമ്മാ അങ്ങ് ഓരോന്നങ്ങ് പറഞ്ഞു പോവാ എല്ലാരും. ഇത് ഭയങ്കര ആഗോള പ്രശ്നമാണല്ലോ. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ആ നാട്ടിലുള്ള കുട്ടികളും ആണുങ്ങളും എല്ലാം അങ്ങ് വഴിതെറ്റി പോവുകയും അവർ അടിമയാവുകയും പോലത്തെ സാധനമാണ്. ഡ്രഗ് കേസ് അങ്ങനെയുള്ള കേസിനെ പറ്റി ഒന്നും സംസാരിക്കാനില്ല. അവർക്ക് പറയാനുള്ള എല്ലാം ഒരുപാട് ഇഷ്യൂസ് വരുന്നോണ്ടാണ് രേണു പിന്നെയും വീണ്ടും വന്ന് കുറെ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാരി പറയുമ്പോഴത്തേക്കാണ് അവർക്ക് ഒരു തന്നെ അവരനുഭവിക്കുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സത്യം. എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു PR എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസിന്റെ റിവ്യൂ ഇടുന്ന ഒരാളാണ് ഞാൻ. ബിഗ് ബോസ് സമയത്ത് പോലും ഇത്തരത്തിലുള്ള PR വർക്ക് ഞാൻ കാണുന്നില്ല. ഇവര് രേണുവിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് എന്താണ്? സാധാരണക്കാരായ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയും രേണു സുധിയുടെ ഭാഗത്ത് തെറ്റാണ്. പക്ഷേ തെറ്റെന്ന് പറഞ്ഞിട്ട് അവർ ക്യാൻസർ എന്ന മഹാരോഗം അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോവട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇത് എന്തൊരു വെളുപ്പിക്കലാണ്, ഇതൊരു മറ്റേടത്തെ വെളുപ്പിക്കലല്ലേ? ഷെഫീന ബീവിയെ ചെറുതാക്കിയിട്ടും കിച്ചുവിനെ ചെറുതാക്കിയിട്ടും രേണു സുധിയെ വലിയൊരു പുണ്യാളത്തിയാക്കുന്നത് എന്ത് തെറ്റാണ്? ഒരു വിഷയം പറയുമ്പോൾ 2 ഭാഗവും പറയണ്ടേ? ബാക്കിയും കൂടി കേൾക്കാം. അവർ ആദ്യത്തെ വീഡിയോസ് ഒക്കെ പാട്ട് പാടലും അങ്ങനെയൊക്കെ ആയിരുന്നു. അവരങ്ങനെയൊക്കെ അങ്ങ് പോയേനെ. പക്ഷെ ഇതിപ്പോ ഓരോരുത്തരും അതിനുവേണ്ടി പറഞ്ഞ് ഇളക്കി അവർക്ക് ഒന്നാമത് വയ്യ. ഈ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നവര് മുടിയൊക്കെ മുട്ടയടിച്ച് ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ കയറ്റി ഇരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവോ? ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾക്ക് ഒരു പല്ലുവേദന ഉണ്ടെന്ന് വെച്ചോ, പല്ലുവേദന ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പബ്ലിക്കിൽ ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളോട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? നിങ്ങൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കും അത് ഇതൊക്കെ എല്ലാം ഫുള്ള് തകിടം മറിഞ്ഞ് കിടക്കുമായിരിക്കും. കമന്റ്സിൽ അവളങ്ങ് ചത്താ മതി അങ്ങനെയൊക്കെയുള്ള രീതി ആക്കുന്ന ആൾക്കാർ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇവിടെ പോലുള്ളവന്മാരാ. കാര്യം അവർ ഈ സമയത്ത് ഇത്രയും ഇതായിട്ട് കുറച്ച് പീസ്ഫുൾ ആയിട്ട് പോട്ടെ. അവരെ കയ്യിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അവരെ ഒന്ന് പീസ്ഫുൾ ആയിട്ട് വിട്ടൂടെ അവർക്ക്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഇതിലൊരു കമന്റ് ഞാൻ കണ്ടു, പക്ഷെ പിന്നെ കണ്ടില്ല. ഒരു ഹെൽത്ത് സെന്ററിലുള്ള ഒരാൾ പറയുന്നുണ്ട് 3rd സ്റ്റേജിലും 4th സ്റ്റേജിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ആക്കി യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ആന്റിബോഡീസും കൊടുക്കുന്നുണ്ടാവും, അതിനും അത്യാവശ്യം നല്ല പൈസ ആവുമെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്ക് പല്ല് വേദനയായാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നോ എന്ന്. അതേയാണ് ഞാനും ചോദിക്കാനുള്ളത്. ഒരു പല്ല് വേദനയല്ല, ഒരു തലവേദനയായാൽ ഫോണിൽ സ്റ്റാറ്റസ് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് അവിടെ മുടി മൊട്ടയടിച്ച മുടി തിരിച്ചു വെക്കുന്നതും റീൽസ് അപ്ലോഡ് ചെയ്യുന്നതും 50 മിനിറ്റിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യന്മാർ സംശയിക്കൂലേ? ഇവൻ തന്നെ പറയുന്നുണ്ട് പല്ലുവേദന ആയാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ക്യാൻസർ എന്ന മഹാരോഗം വന്നിട്ട് ആ ഒരു രോഗം എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് പോവട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഇല്ലെങ്കിൽ അണക്ക് മനസാക്ഷിയില്ല എന്ന് പറയും. പൊന്നു പ്രേക്ഷകരെ, ഇത്രയും വലിയ രോഗം വന്ന് അവരവിടെ 50 മിനിറ്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊന്നും ഇവറ്റകൾക്ക് ആർക്കും പ്രശ്നമില്ല. ആ വീഡിയോ കാണുന്ന മറ്റു ക്യാൻസർ രോഗികൾ കരയുകയാണ്. ഇതെങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത് എന്ന്. പോരാത്തതിനെ സ്വർണം കടത്തിയ കേസിന്റെ തെളിവുകൾ വരുന്ന സമയത്താണ് ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നത്. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. അതൊക്കെ ആരോട് പറയാനേ? അതിനെ ക്യാൻസർ എന്ന ഒരു ഇതിനെയും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന അലവൻസിനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് നിർബന്ധമായും വിലക്ക് ഏർപ്പെടുത്താം. അത് 100% വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് എല്ലാ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ പരാതികൾ അയക്കാം. ആരോഗ്യമന്ത്രിക്ക് പരാതി അയക്കാനുള്ള ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നത്. നീ ആ RCCയിലോട്ടൊന്ന് പോയി നോക്കണേ, എന്നിട്ട് നീ കിടന്നിരുന്ന് കൊണേ. നീ ആദ്യം RCCയിലോട്ടൊന്ന് പോ, എന്നിട്ട് നീ പറ എന്താണ് അവിടെ നടക്കണമെന്നുള്ള കാര്യം. നീ ഒന്ന് പോയി നോക്ക്, എന്നിട്ട് നീ പറ. ഓക്കെ, ഇവിടെ ഷെഫീന ബീവിയുടെ ഭാഗം മാത്രം ശരി, കിച്ചുവിന്റെ ഭാഗം മാത്രം ശരി എന്ന് പറയുകയാണ് ഞാൻ. പൊന്നു പ്രേക്ഷകരെ, ഒരു അമ്മ
ഒരമ്മ വന്ന് പറയുകയാണ് രേണുവിന്റെ അവസ്ഥ വളരെ ഗുരുതരവും. നമുക്കത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് വന്നേക്കണത് രേണുവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയാനാണ്. നിങ്ങളത് അറിയണം. നിങ്ങളെ ഉള്ളൂ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ നല്ല കൂട്ടുകാർ. ഇതിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ നിർബന്ധിക്കണില്ല കേട്ടോ. അവള് പല്ല് തേക്കാൻ പോലും പറ്റാണ്ട് അത്രയ്ക്കും മോശപ്പെട്ട ഒരവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോണത്. അവൾക്ക് ആരോഗ്യമേ ഇല്ല, കൈ പൊങ്ങണില്ല, ബോഡി ഫുൾ പെയിൻ, ചുരുണ്ടുകൂടി കിടക്കാണ്. 6 സൈക്കിൾ കീമോ കഴിഞ്ഞ ശേഷം അവൾക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ആ കീമോ സഹിക്കാനുള്ള ഒരു ആരോഗ്യം കൊടുക്കണമെന്ന് വേണം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ. പിന്നെ കുറേ പേര് നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് പ്രായഭേദമന്യേ 90 വയസ്സായവർക്കും എന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് ഇത് നാളെ നിങ്ങൾക്കും വരാം. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജന്മത്തെ എല്ലാ പാവങ്ങളും തീരും. അത്രയ്ക്കും മോശമായൊരു അവസ്ഥയിൽ കൂടെയാണ് ക്യാൻസർ രോഗികൾ കടന്നു പോകുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വരാം. ആരും പ്രതീക്ഷിക്കുന്ന ഒരു അസുഖമല്ല ഇത്. എത്ര വൃത്തിയുണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്താലും ദൈവവിധി മാറ്റാൻ പറ്റില്ല. നല്ല വാക്കുകൾ സംസാരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവരും ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയാണ്. അതായത് രേണു സുധി നല്ല പഠിച്ച കള്ളിയാണ്. അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ഇല്ലാതാവട്ടെ. രോഗത്തെയല്ല നമ്മൾ വിമർശിക്കുന്നത്, രേണു എന്ന സ്ത്രീയാണ്. ബിഷപ്പിനെ കൊണ്ട് പറയിപ്പിച്ചു, കുറേ പേര് വിശ്വസിക്കും. ഇങ്ങനെയുള്ള അമ്മമാരെ കൊണ്ട് പറയിപ്പിക്കും, കുറേ പേര് വിശ്വസിക്കും. അങ്ങനെയുള്ള ഫാമിലി വ്ളോഗർമാരെ കൊണ്ട് പറയിപ്പിക്കും, കുറേ പേര് വിശ്വസിക്കും. വല്ലാത്ത അവസ്ഥ തന്നെയാണ് നമ്മുടെ കിച്ചുവിൻ്റെ. പറഞ്ഞിട്ട് കാര്യമില്ല. രേണുവിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന്, ആ ഒരു രോഗം എത്രയും പെട്ടെന്ന് ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഇടം വരാം. ഓക്കെ, ബൈ.